എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ മാർഷൽ ആർട്സ് മാനും ചീഫും എല്ലാവരും അത് കണ്ട് ഷോക്കാവും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ കുഴിയിലേക്ക് നോക്കും, ഗോകുവിന്റെ പൊടി പോലും അവിടെ കാണാനില്ല. ഇവിടെ മോൺസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ ഹായ് ആയിട്ട് പറയും, നിങ്ങളുടെ നേതാവിനെ ഞാൻ കൊന്നു, ഇനി നിനക്ക് നിന്റെ ജീവൻ ബലി കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടോ എന്ന് മാർഷൽ ആർട്സ് മാനോട് ചോദിക്കും. അവനാണെങ്കിൽ ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഹാമേ ഹാമേ പവർ അതുമായി ഗോകു മുകളിലേക്ക് പാഞ്ഞു വരിക. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ നഷ്ടപ്പെട്ട പ്രതീക്ഷ അത് പൂർണ്ണമായിട്ടും തിരികെ വരും. ഇവിടെ മോൺസ്റ്റർ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഗോകു അവൻ ആ ഹാമേ ഹാമേ പവർ ഉപയോഗിച്ച് ആഞ്ഞൊരട്ടി. മോൺസ്റ്റർ ആണെങ്കിൽ അത് തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ ഗോകു ആണെങ്കിൽ അത് ഡൈവേർട്ട് ചെയ്ത് പുറകിലൂടെ ആഞ്ഞട്ടിപ്പിക്കുകയാണ്. ആ ഒരു അടിയിൽ അവൻ തകർന്ന് താഴെ വീഴും. പക്ഷെ അവന്റെ ജീവന് യാതൊരു കുഴപ്പമില്ല. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ സ്ട്രോക്കായോ നോക്കും. ഹാമേ ഹാമേ പവർ നിന്ന് പോലും അവനിപ്പോ അതിജീവിച്ചിരിക്കുകയാണ്. ഗോകു ആണെങ്കിൽ വമ്പം പോസിട്ട് അങ്ങനെ സ്റ്റൈലായിട്ട് നിൽക്കും. നിനക്കൊരു കാരണവശാലും എന്നെ നശിപ്പിക്കാൻ കഴിയില്ല, നിന്നെ നശിപ്പിക്കാൻ ജന്മം എടുത്തവനാണ് ഞാൻ. മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിനോട് പറയും, നീ ഇത്തവണയും വളരെ ലക്കിയാണ്, സോ നമുക്ക് അടുത്ത ബാറ്റിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും വീണ്ടും പൊരിഞ്ഞ അട്ടി. ചീഫ് ആണെങ്കിൽ കണ്ണിമ ചിമ്മാതെ ഗോകുവിന്റെയും മോൺസ്റ്ററിനെയും ഫൈറ്റ് അത് കണ്ടുകൊണ്ടേയിരിക്കും. ഇവിടെ ഗോകു ആണെങ്കിൽ ആ ഒരു മോൺസ്റ്ററിന്റെ ഓരോ അറ്റാക്കിൽ നിന്നും എടുത്തു ചാടി കുട്ടിക്കരണം മറിഞ്ഞ് അങ്ങനെ മുൻപോട്ടേക്ക് പോവും. തുത്തുകുണുക്കി കൈവിരലിലെ നഖങ്ങൾ അത് നീട്ടി മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുവിന്റെ തൊട്ടടുത്തെത്തി അവനെ പുറഞ്ഞ് അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഗോകു ആണെങ്കിൽ ചാടി മറിഞ്ഞ് കാല് വെച്ച് അവന്റെ ബോഡിയിൽ ആഞ്ഞു ചവിട്ടും. ആ ഒരു ചവിട്ടിൽ അവന് നല്ല രീതിയിൽ പരിക്ക് പറ്റും. കട്ട് ചെയ്ത ഇവിടെ ബുൾമാൻ ടീമിനെ കാണിക്കും. ഹാൻസം ബോയ് ആണെങ്കിൽ അവരോട് പറയും, ഇനി വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾ ആ ഒരു മോൺസ്റ്ററിന്റെ ക്യാസ്റ്റിലിന്റെ അടുത്തെത്തും. കിട്ടിയ ന്യൂസ് അനുസരിച്ച് അവൻ ഇതുവരെ ക്യാസ്റ്റിൽ വിട്ട് പോയിട്ടില്ല. ഇവിടെ ലോഞ്ച് ആണെങ്കിൽ കഥ അറിയാതെ ഇപ്പോൾ ഒരു പഴമൊക്കെ എടുത്ത് ബൊൽമയ്ക്ക് നേരെ നീട്ടും. നിനക്കൊരല്പം പഴം വേണോ? അവൾക്കാണെങ്കിൽ അത് കേട്ട് ചത്താ മതി എന്നാവും. അടുത്ത നിമിഷം അവർ വീണ്ടും ഒരു ന്യൂസ് കാണുകയാണ്. മോൺസ്റ്ററുമായിട്ട് ഇപ്പൊ ഏതോ ഒരു പയ്യൻ ഫൈറ്റ് ചെയ്യുന്നു എന്നതായിരിക്കും ആ ന്യൂസിൽ പറയുക. ഹാൻസം ബോയ് ആണെങ്കിൽ മോൺസ്റ്റർ അവൻ അവിടെ തന്നെ ഉണ്ട്, എത്രയും വേഗം നമുക്ക് അവിടേക്ക് പോകണമെന്ന് പറയും. ബൊൽമയ്ക്കാണെങ്കിൽ അവളുടെ പേടി കൂടി വരും. നമുക്ക് തിരികെ പോയാലെന്ന് അവൾ ചോദിക്കും. അതിന് ഹാൻസം ബോയ് അവളെ നോക്കി കണ്ണുരുട്ടും. മോൺസ്റ്ററും ഗോകു ആണെങ്കിൽ വീണ്ടും പാഞ്ഞടുക്കും. മോൺസ്റ്റർ ആണെങ്കിൽ ഗോകുയെ ആഞ്ഞടിക്കും. ഗോകു ആണെങ്കിൽ ആ അടി കിട്ടിയിട്ടും വിട്ടുകൊടുക്കാതെ അവന്റെ വയറ്റിൽ തൊഴിക്കും. കിക്കില് അവൻ പറന്നു പോവും. ഗോകു ആണെങ്കിൽ പിന്നാലെ കറങ്ങിപ്പോയി അവന്റെ ദേഹത്ത് ആഞ്ഞടിക്കും. ഗോകു ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ പിടിച്ചു വലിച്ച് അങ്ങനെ തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സോൾജിയർ ആണെങ്കിൽ ഇപ്പൊ ചീഫിനോട് പറയും, ചീഫ് ഇപ്പൊ സിറ്റുവേഷൻ വളരെ മോശമാവുകയാണ്. കുഞ്ഞിപ്പയ്യനും മോൺസ്റ്ററും അവർ രണ്ടുപേരും നിർത്താതെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് സമയം കഴിഞ്ഞു. എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അവരുടെ ഫൈറ്റിനിടയിൽ നമ്മുടെ ക്യാസ്റ്റിലിന് പോലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. പക്ഷേ ചീഫ് ആണെങ്കിൽ അത് കേൾക്കാൻ തയ്യാറാവില്ല. സോൾജിയർ ആണെങ്കിൽ വീണ്ടും നിർബന്ധിച്ചു കൊണ്ടേയിരിക്കും. ഞങ്ങൾക്കാകെയുള്ള ഒരു ചീഫ് അത് നിങ്ങൾ മാത്രമാണ്. ഇപ്പോൾ ഇവിടെ വേർസ്റ്റ് സിറ്റുവേഷൻ ആണ്. ഈ ഗ്യാപ്പിൽ നമുക്ക് ഇവിടുന്ന് പോകണം. ഒരു സിറ്റുവേഷൻ വന്നാൽ മാത്രം നമുക്ക് ഇവിടേക്ക് തിരികെ എത്താന്ന് പറയും. അത് കേട്ട് വീണ്ടും ചീഫ് ആണെങ്കിൽ കാര്യമായിട്ടൊന്ന് ചിന്തിക്കുകയാണ്. കിങ് ആണെങ്കിൽ ഒരുപാട് നേരത്തെ ആലോചനയ്ക്ക് ശേഷം വീണ്ടും പറയും, എനിക്ക് എന്തെങ്കിലും ഇപ്പൊ ചെയ്യാനായിട്ട് പറ്റും. കട്ട് ചെയ്ത ഗോകു ആണെങ്കിൽ ആ ഒരു ബീസ്റ്റിനെ അവന്റെ ഫുൾ സ്ട്രെങ്ത് ഉപയോഗിച്ച് അടിച്ച് അങ്ങനെ താഴെയിടുകയാണ്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോകുവിനോട് വിളിച്ചു പറയും, ഇതാണ് പറ്റിയ അവസരം, നിന്നെ കൊണ്ട് ഉറപ്പായാലും അവനെ ഇല്ലാതാക്കാനായിട്ട് കഴിയും. ടിവിയിലെ ന്യൂസ് ചാനലിൽ ഇപ്പൊ നടക്കുന്ന ഫൈറ്റിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. 2 പേര് ചേർന്ന് ആ മോൺസ്റ്ററിനെ അറ്റാക്ക് ചെയ്യുകയാണെന്നായിരിക്കും ഇപ്പൊ ന്യൂസിൽ കേൾക്കുക. അത് കേട്ട് ഇവിടെ ബുൾമാൻ ടീമിന് ഭയങ്കര കൺഫ്യൂഷൻ. അതുപോലെ തന്നെ പന്നിക്കുട്ടനും ടീമും അവരും വണ്ടർ അടിച്ച് ആ ന്യൂസ് കേൾക്കും. ലോകത്തിന്റെ ഓരോ ഭാഗത്തുള്ളവരും ഇപ്പൊ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് റിപ്പോർട്ടർ ആണെങ്കിൽ ഒരു യങ് മാനും അതുപോലെ തന്നെ ഒരു കുട്ടിയുമാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് പറയും. ചോപ്പത്തി പെണ്ണും നമ്മുടെ ആൾക്കാരും എല്ലാവരും മനസ്സിലാക്കും ഫൈറ്റ് ചെയ്യുന്നത് ഗോകു ആണെന്ന്. കട്ട് ചെയ്ത ഗോകു ആണെങ്കിൽ ആ മോൺസ്റ്ററിനെ തൂക്കിയെടുത്തൊരു ബിൽഡിങ്ങിലേക്ക് വലിച്ചെറിയും. ആ ഒരു ബിൽഡിംഗ് ആണെങ്കിൽ തകർന്നു പോകും. പക്ഷെ എന്താ, ആ ഒരു മോൺസ്റ്റർ അത് വലിയൊരു കട്ടയെടുത്ത് ഗോകുവിന്റെ മുഖത്തിന് നേരെ വലിച്ചെറിയും. അവനാണെങ്കിൽ അത് ഡിഫെൻഡ് ചെയ്യുന്ന അതേ ഗ്യാപ്പിൽ മോൺസ്റ്റർ ഗോകുവിന്റെ കാലിൽ അറ്റാക്ക് ചെയ്യുകയാണ്. അവന്റെ ഒരു കാൽമുട്ടിന് പരുക്ക് പറ്റും. പക്ഷെ ഗോകു ആണെങ്കിൽ വിട്ടുകൊടുക്കാതെ അവന്റെ ആ സ്റ്റിക്ക് അങ്ങനെ ഉയർത്തി ചാടി വന്ന് അവന്റെ മറ്റേ കാലുപയോഗിച്ച് ആഞ്ഞു ചവിട്ടുകയാണ്. നിന്നെ തകർക്കാൻ എനിക്ക് എന്റെ ഒരു കാല് മതിയെന്ന് പറയും. ഇവിടെ സംഭവിക്കും ടീമിനും അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. ഗോകു അവൻ മരിച്ചു പോയെന്നാണ് അവരെല്ലാവരും കരുതിയത്. ഒരു സെക്കൻഡ് അവർ ആ എൽഡർ ലേഡി പറഞ്ഞ കാര്യം ആലോചിക്കും. ഗോകുവിന്റെ പവർ അത് വളരെ കൂടുതലാണ്. അവൻ ഏകദേശം ഒരു ഇമ്മോർട്ടൽ പോലെയാണെന്ന് ആ ലേഡി പറഞ്ഞിരുന്നു. ഒൽമയ്ക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഇനി നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല, മെയിൻ കളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. അത് കേട്ട് ഹാൻസം ബോയ് പറയും, അതെ, ഈ ലോകത്തെ ഗോകു രക്ഷിക്കും, അവൻ അതിനുള്ള പവർ ഉണ്ടെന്ന് പറഞ്ഞ് അവർ വമ്പ സ്പീഡിൽ അവിടുന്ന് കടന്നു പോകും. കട്ട് ചെയ്ത
ആ മോൺസ്റ്റർ ആണെങ്കിൽ ഇപ്പൊ വായിലൂടെ ചോര തുളുമ്പി അങ്ങനെ ടെററായിട്ട് നിൽക്കും. ഗോക്കു ആണെങ്കിൽ അവനെ നോക്കി പരിഹസിച്ച് ചിരിക്കും. ഇത്രയും നേരം നിന്റെ മുഖത്ത് കണ്ട കോൺഫിഡൻസ് ഇപ്പൊ നിന്റെ മുഖത്ത് കാണാനില്ല, അതിപ്പോ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു എന്ന് പറയും. അത് കേട്ട മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും അവന്റെ കൈകൾ ചുരുട്ടി അലറുകയാണ്. അവൻ അങ്ങനെ ഉച്ചത്തിൽ അലറും തോറും അവന്റെ ബോഡി അത് ബൾക്കായിക്കൊണ്ടേയിരിക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ആ ഒരു കാര്യം സൂക്ഷിച്ച് വീക്ഷിക്കും. ഇവിടെ മോൺസ്റ്ററിന്റെ ബോഡി അത് കുറെ കൂടെ ഡെവലപ്ഡ് ആയി ഒരു പ്രത്യേകതരം പവർ അതിലൂടെ പുറത്തേക്ക് ഇജക്ട് ചെയ്യും. അവന്റെ ബോഡിയിലൂടെ വരുന്ന പവർ അതിപ്പോ 10 മടങ്ങായി ഒരു ഇലക്ട്രിക് പവർ അത് അവന്റെ ബോഡിയിൽ നിന്ന് പ്രവഹിക്കുകയാണ്. ഗോക്കു എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് അവന്റെ വിരൽ നീട്ടും. അതിൽ നിന്ന് ആണെങ്കിൽ ഗോക്കുവിന് നേരെ വരും. ഗോക്കു ആണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പക്ഷേ അവൻ വീണ്ടും വീണ്ടും പവറുകൾ ഉപയോഗിച്ച് ഗോക്കുവെ അറ്റാക്ക് ചെയ്യുകയാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ പവർ ബോൾ സ്റ്റിക്ക് അതങ്ങനെ തെറിച്ചു പോവും. ഇവിടെ മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ പേടിച്ച് ഉച്ചത്തിൽ നിലവിളിക്കും. ഗോക്കു ആണെങ്കിൽ ചെയ്യണമെന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആവുകയാണ്. ഇവിടെ മോൺസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഗോക്കുവിന്റെ കണ്ണിലെ ആ ഒരു ഭയം അത് കാണുമ്പോൾ അവന്റെ പവറും കോൺഫിഡൻസും എല്ലാം കൂടി അവൻ വീണ്ടും വീണ്ടും അതേ പവർ ഉപയോഗിച്ച് ഗോക്കുവെ നിരന്തരം അറ്റാക്ക് ചെയ്യും. ആ മോൺസ്റ്റർ ആണെങ്കിൽ വീണ്ടും അവന്റെ ഫുൾ എനർജി റിലീസ് ചെയ്ത് അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ കുഞ്ഞിപ്പെണ്ണിനെ കാണിക്കും. അവളാണെങ്കിൽ ഹോസ്പിറ്റലിൽ പറ്റിക്കിടക്കുന്ന ഓരോരുത്തർക്കായിട്ട് ശുശ്രൂഷ കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അടുത്ത നിമിഷം അവന്റെ പവറിൽ ആ ഹോസ്പിറ്റൽ പോലും കിടുങ്ങി വിറച്ച് അവിടെ വലിയ തകർച്ച സംഭവിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ ബുൽമാൻ ടീം സഞ്ചരിച്ചുകൊണ്ടിരുന്ന പേടകത്തിലെ കണക്ടിവിറ്റിയും കട്ടാവും. വലിയൊരു തീച്ചുഴലിക്കാറ്റ് അതിപ്പോ കാസ്റ്റിൽ നേരെ വരികയാണ്. അതേസമയം ഹോസ്പിറ്റലിൽ കാണിക്കും ആ കുഞ്ഞിപ്പെണ്ണിന്റെ പപ്പ. ആളാണെങ്കിൽ 2 കുട്ടികളെ അങ്ങനെ കയ്യിൽ ചേർത്ത് പ്രൊട്ടക്ട് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. ആളാണെങ്കിൽ ആ കുഞ്ഞിപ്പെണ്ണിനെ നോക്കും. അവൾ അങ്ങനെ തല താഴ്ത്തി വെച്ച് കിടക്കുകയാണ്. അല്പനേരം കഴിഞ്ഞ് അവൾ തല പൊക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണ്. അവൾ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ആ ഗ്രാൻഡ്മയെ തട്ടി വിളിക്കും. ഗ്രാൻഡ്മയാണെങ്കിൽ കണ്ണു തുറന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ ഓക്കെയാണെന്ന് പറയും. എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര സന്തോഷം. അപ്പൊ അവർ കാണും ദൂരത്തായിട്ട് ആ വലിയ ചുഴലി അതങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചീഫും സോൾജേഴ്സ് സഞ്ചരിച്ചുകൊണ്ടിരുന്ന ആ പേടകം അതിപ്പോ ആ ഒരു ചുഴലിക്കാറ്റിൽ പെട്ടുപോവാണ്. പക്ഷെ ജസ്റ്റ് മിസ്സിന് അവർ രക്ഷപ്പെടും. ചീഫ് ആണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. കാസ്റ്റിൽ അതെനിക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെടാൻ പോവാണെന്ന് പറഞ്ഞ് ആൾ തലയ്ക്ക് കൈ കൊടുക്കുകയാണ്. അതേസമയം ഇവിടെ ആ മോൺസ്റ്ററിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവന്റെ ചുറ്റുമുള്ളതെല്ലാം കത്തി നശിച്ചത് കണ്ട് അവനങ്ങനെ ഹാപ്പിയായി ഹായിയായിട്ട് പൊട്ടിച്ചിരിക്കും. എന്റെ പവറിൽ നിന്നും അറ്റാക്കിൽ നിന്നും ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ തുള്ളി ചാടുമ്പോഴായിരിക്കും മുകളിൽ നിന്ന് നമ്മുടെ ഗോക്കുവിന്റെ ശബ്ദം കേൾക്കുക. അത് കേട്ട് അവൻ ഞെട്ടും. ഗോക്കു ആണെങ്കിൽ അവനെ നോക്കി കോക്കുറി കാണിക്കും. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഗോക്കുവെ പതിയെ താഴെ ഇറക്കുകയാണ്. ഗോക്കു ആണെങ്കിൽ അവനോട് താങ്ക്സ് പറയും. താങ്ക് യു വെരി മച്ച്. മാർഷൽ ആർട്സ് മാൻ ആണെങ്കിൽ ഓൾറെഡി ടയേർഡാണ്. ഒരുപാട് പവർ അത് ഇതിനോടകം അവൻ ഉപയോഗിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ശ്വാസമൊക്കെ വലിച്ചുവിട്ട് അങ്ങനെ നിൽക്കും. മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ ഒരു വലിയ ഫെയിലിയർ തന്നെയാണ്. സ്വന്തമായിട്ട് നിനക്ക് പവറൊന്നുമില്ല, അതുകൊണ്ടാണ് നീ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ ഹെൽപ്പ് തേടുന്നത്. ആ മോൺസ്റ്റർ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നിന്റെ ഫ്രണ്ട് ആ മാർഷൽ ആർട്സ് മാൻ അവനെ ഞാൻ മുഴുവനായിട്ടും ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞു. അധിക നേരം അവനെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഗോക്കു ആണെങ്കിൽ തോൽവി സമ്മതിക്കാനായിട്ട് തയ്യാറാവില്ല. അവന്റെ ഒരു കാല് ഓൾറെഡി തകർന്നതാണ്. എന്നിട്ടും ഗോക്കു അവൻ വാശിയോടുകൂടെ മുൻപോട്ടേക്ക് വരും. ആ മോൺസ്റ്റർ ആണെങ്കിൽ അവന്റെ പവർ റിലീസ് ചെയ്ത് അലറാനായിട്ട് തുടങ്ങും. അത് കണ്ട ഗോക്കു ആണെങ്കിൽ ചാടി വന്ന് അവനെ കിക്ക് ചെയ്യാണ്. അട്ടി കിട്ടിയതും ആ ഒരു മോൺസ്റ്റർ ഷോക്കാവും. പക്ഷെ ആ മോൺസ്റ്റർ ആണെങ്കിൽ വിട്ടുകൊടുക്കില്ല. അത് അതിന്റെ അൾട്ടിമേറ്റ് പവർ ഗോക്കുവിന് നേരെ പ്രയോഗിക്കുകയാണ്. ആ പവർ ആണെങ്കിൽ ഗോക്കു തടയാനായിട്ട് ശ്രമിക്കും. പക്ഷെ അത് അവന്റെ ബോഡിയിൽ ആഞ്ഞെട്ടിക്കും. ആ ഒരു ദേശം മുഴുവൻ ആ പവറിൽ അങ്ങനെ കിടുങ്ങി വിറക്കുകയാണ്. ബുൽമാൻ ടീം വന്ന ആ ഒരു പേടകം അതാണെങ്കിൽ വൈബ്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ ഒടുവിൽ ഞാൻ അവനെ തകർത്തു എന്ന് പറഞ്ഞ് ഇപ്പൊ ആ മോൺസ്റ്റർ ആണെങ്കിൽ ഓടി വന്ന് താഴേക്ക് നോക്കും. പക്ഷെ അടുത്ത നിമിഷം ആ ഫ്ലൈങ് നിംബസ് അവന്റെ മുൻപിലൂടെ പറന്ന് താഴേക്ക് പോവാണ്. മോൺസ്റ്റർ ആണെങ്കിൽ താഴേക്ക് നോക്കി നിൽക്കും. അടുത്ത നിമിഷം കേറി പറഞ്ഞ ഉടുപ്പൊക്കെ ആയിട്ട് നമ്മുടെ ഗോക്കു അവൻ ആ ഫ്ലൈങ് നിംബസിൽ തൂങ്ങിക്കിടന്ന് മുകളിലേക്ക് വരികയാണ്. അത് കണ്ട് നമ്മുടെ മോൺസ്റ്ററിന്റെ കംപ്ലീറ്റ് കിളി പോകുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.